എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ശരീരം ചിലപ്പോഴെങ്കിലും ക്രമാതീതമായിട്ട് ചൂടാവാറുണ്ട്. നമ്മളതിനെ പനിക്കുക എന്നാണ് പറയുക. ഇത് ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ നമ്മൾ അതിനെ നിസ്സാരമായി കരുതും. രണ്ടോ മൂന്നോ തവണയാണെങ്കിലും നമ്മൾ അതിനെ നിസ്സാരമായി കണ്ടേക്കാം. എന്നാൽ അതിൽ കൂടുതൽ തവണ നമ്മൾ തുടർച്ചയായിട്ട് പനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിദഗ്ധമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വിധേയരാകും. കാരണം പലപ്പോഴും തുടർച്ചയായിട്ടുള്ള ഈ പനിക്കലുകൾ മറ്റെന്തെങ്കിലും മാരക രോഗങ്ങളുടെ ലക്ഷണമാകാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കാണുകയും ചികിത്സ തേടുകയും ചെയ്യും. ഇല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ മരണത്തിന് തന്നെ കാരണമായേക്കാം. ഇതുപോലെ നമ്മൾ ചിലപ്പോഴെങ്കിലും ആവശ്യമില്ലാതെ ചൂടാവാറുണ്ട്. മറ്റുള്ളവരുടെ എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ പ്രായത്തിൻ്റെ ഏറ്റക്കൂടുതൽ കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ചൂടാവാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ ചൂടാവലുകളെ പലപ്പോഴും നമ്മൾ ഗവനിക്കാതെ വിടാറുമുണ്ട്. എന്നാൽ തുടർച്ചയായി നമ്മൾ ചൂടാവുന്നുണ്ടെങ്കിൽ, ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതും ഒരു രോഗലക്ഷണം തന്നെയാണ്. ചിലപ്പോഴെങ്കിലും തുടർച്ചയായിട്ടുള്ള പനി മറ്റ് പല രോഗങ്ങളിലേക്ക് നയിക്കുകയും ചിലപ്പോൾ നമ്മുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നത് പോലെ അനാവശ്യമായ നമ്മുടെ ഈ ചൂടാവലുകൾ, നമ്മുടെ ഈ കോപിക്കലുകൾ പലപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിലേക്കും സാമൂഹ്യ ബന്ധങ്ങളുടെ തകർച്ചയിലേക്കും ചിലപ്പോൾ നമ്മുടെ തന്നെ വ്യക്തിബന്ധങ്ങൾ തകർന്ന് നമ്മുടെ വ്യക്തിത്വം തന്നെ നാശമാകാനും കാരണമാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ചൂടാവലുകളെ ശരീരത്തിൽ പനി വന്നാൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അതുപോലെ കാണാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. വേണമെങ്കിൽ ഒരു ചികിത്സ എടുക്കാൻ നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ശരീരത്തിൻ്റെ പനി മാത്രമല്ല, സ്വഭാവത്തിലുള്ള ചില പനിക്കലുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.